ധർമ്മസ്ഥലയിൽ മണ്ണ് നീക്കം ചെയ്തുള്ള പരിശോധനയിൽ വീണ്ടും അസ്ഥികൾ കണ്ടെത്തി. മാർക്ക് ചെയ്ത 10ാം സ്പോട്ടിന് സമീപത്ത് നിന്നാണ് അസ്ഥികൾ കണ്ടെത്തിയത്. ധർമ്മസ്ഥലയിൽ അസ്വാഭാവിക മരണങ്ങളുടെ രേഖകൾ ബൽത്തങ്ങാടി പോലീസ് നശിപ്പിച്ചതായി വിവരാവകാശ രേഖ പുറത്തുവന്നു. അതിനിടെ കേസിലെ മാധ്യമ വിലക്ക് പരിഗണിക്കുന്നതിൽ നിന്ന് ജഡ്ജി പിന്മാറി. അപ്രതീക്ഷിതമായ ട്വിസ്റ്റാണ് ധർമ്മസ്ഥലയിലെ പരിശോധനയ്ക്ക് ഇന്നുണ്ടായത്. 11ാം സ്പോട്ടിൽ നിന്നാകും പരിശോധന തുടങ്ങിയതെന്ന് കരുതിയെങ്കിലും അന്വേഷണ സംഘം നേരെ എത്തി കാടുകയറി. 11ാം സ്പോട്ടിൽ നിന്ന് 100 അടി മാറി വനത്തിനുള്ളിലായിരുന്നു ഇന്ന് കുഴിച്ചു പരിശോധന. നേരത്തെ മാർക്ക് ചെയ്ത 13 സ്പോട്ടുകളിൽ പെട്ടതല്ല ഇത്. താടിയെല്ലും അസ്ഥികളുമാണ് കണ്ടെത്തിയത്. ബയോസേഫ് ബാഗുകളിൽ പാക്ക് ചെയ്ത ബക്കറ്റിലാക്കിയാണ് അസ്ഥികൾ പരിശോധനയ്ക്ക് കൊണ്ടുപോയത്. പുത്തൂർ റവന്യൂ AC സ്റ്റെല്ല വർഗീസിന്റെ നേതൃത്വത്തിൽ മഹസർ തയ്യാറാക്കി. ഇതിനിടെ 15 വർഷത്തെ അസ്വാഭാവിക മരണങ്ങളുടെ രേഖകൾ ബൽത്തങ്ങാടി പോലീസ് നശിപ്പിച്ചതായി വിവരാവകാശ രേഖ പുറത്തുവന്നു. തുമ്പില്ലാത്ത കേസുകളിലെ രേഖകളെന്ന് കോടതിയെ അറിയിച്ചാണ് ഇവ നശിപ്പിച്ചത്. ധർമ്മസ്ഥലയുമായി ബന്ധപ്പെട്ട 24 ചോദ്യത്തോട് പ്രതികരിക്കാൻ കർണാടക മുഖ്യമന്ത്രി സിദ്ധാരാമയ്യ തയ്യാറായില്ല. So what about in Dharmasthala? Investigation is going. ബിടപ്പാ. സംഭവവുമായി ബന്ധപ്പെട്ട മാധ്യമവിലക്ക് പരിഗണിക്കുന്നതിൽ നിന്നും ബംഗളൂരു അഡീഷണൽ സിറ്റി സിവിൽ സെഷൻസ് കോടതി ജഡ്ജ് വിജയ് കുമാർ റായ് പിന്മാറി. ധർമ്മസ്ഥല ട്രസ്റ്റുമായി ബന്ധപ്പെട്ട സ്ഥാപനത്തിലായിരുന്നു ഇദ്ദേഹം നേരത്തെ പഠിച്ചിരുന്നത്. കണക്ക് പ്രകാരം 3 സ്പോട്ടുകളിലാണ് ഇനി പരിശോധന നടക്കേണ്ടത്. പക്ഷേ ശുചീകരണ തൊഴിലാളി പറയുന്ന ഇടങ്ങളിലെല്ലാം കുഴിച്ചു പരിശോധന നടത്തിയാണ് നിലവിൽ അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നത്. അതിനാൽ തന്നെ ഈ പരിശോധന എത്ര നാൾ നീളുമെന്നതിൽ ഇപ്പോൾ വ്യക്തതയില്ല. ക്യാമറാമാൻ രജീഷ് കരിവള്ളൂരിനൊപ്പം മുഹമ്മദ് റഹീസ്, 24 ധർമ്മസ്ഥല.